എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു നല്ലൊരു പണിയുമായി ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ആരുമല്ല, ഹിഡൻബർഗാണ്. നമുക്കറിയാം, അദാനിയെ കൂപ്പ് കുത്തിച്ച ഹിഡൻബർഗ്. അപ്പോൾ അവർ എക്സിൽ കുറിച്ച ഒരു വാചകമാണ്. ഇന്ന് രാവിലെ 5:34 AM അത് കുറിച്ചിട്ടുള്ളത്. സംതിങ് ബിഗ് സൂൺ ഇന്ത്യ എന്നാണ് അതിൻ്റെ വാചകം. നമുക്കവിടെ ഇതിൽ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇപ്പോൾ അത്. അതായത് അദാനി ഗ്രൂപ്പിനെതിരെ കഴിഞ്ഞ വർഷം വൻ വെളിപ്പെടുത്തലുമായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലയെ പിടിച്ചുലച്ച US നിക്ഷേപ സ്ഥാപനവും ഷോർട്ട് സെല്ലറുമായ ഹിൻഡൻബർഗ് വീണ്ടും വെളിപ്പെടുത്തലിന് ഒരുങ്ങുന്നു എന്നാണെന്നാണ് വാർത്ത. ഇന്ത്യക്കെതിരെ വൻ വെളിപ്പെടുത്തൽ ഉടനെന്ന ഒറ്റ വരി ഇന്ന് രാവിലെ 5:30 അവർ ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ, അദാനിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലാണോ അതോ മറ്റേതെങ്കിലും പ്രമുഖ കമ്പനികളെയാണോ ഹിഡൻബർഗ് ഉന്നമിടുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ കാത്തിരുന്ന് കാണുകയേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇതിൻ്റെ ഹിഡൻബർഗിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് 2023 ജനുവരിയിലാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ ഞെട്ടിച്ച് അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് അവർ ഉന്നയിച്ചത്. വിദേശ കടലാസ് കമ്പനികൾ രൂപീകരിച്ച് അവ മുഖേന സ്വന്തം കമ്പനികളുടെ ഓഹരികളിലേക്ക് അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയെന്നും അതുവഴി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചെന്നുമായിരുന്നു അവരുടെ മുഖ്യമായ ആരോപണം. അതുകൂടാതെ അവർ പറഞ്ഞത്, ഇങ്ങനെ പെരുപ്പിച്ച വിലയുള്ള ഓഹരികൾ ഈടുവെച്ച് അദാനി ഗ്രൂപ്പ് നേട്ടം ഉണ്ടാക്കിയെന്നും ഹിൻഡൻബർഗ് ആരോപിച്ചു. ആരോപണങ്ങൾക്ക് പിന്നാലെ അവരുടെ ആരോപണങ്ങൾക്ക് വന്നതിന് ശേഷം എല്ലാ അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ വൻ തകർച്ചയുടെ ഉണ്ടായത്. ഏകദേശം 15,000 കോടി ഡോളറിൻ്റെ തകർച്ചയുടെ ആ സമയത്ത് അദാനി ഗ്രൂപ്പിന് അവരുടെ വിപണി മൂല്യത്തിൽ നിന്ന് നഷ്ടമായത്. അതിനുശേഷം അദാനി ഗ്രൂപ്പ് കയറി വന്നു, അത് മറ്റൊരു കഥ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയപരമായ കുറേ സംഭവങ്ങൾ പിന്നുണ്ട്. അതായത് ഹിഡൻബർഗിൻ്റെ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചെങ്കിലും ഇന്ത്യയിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഇതിൻ്റെ പേരിൽ വളരെമായ വാക്പോരുകൾ നടന്നതായിട്ട് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. അതിനുശേഷം അദാനിക്കെതിരെ ആരോപണങ്ങളിൽ സെബി അന്വേഷണം നടത്തി. പിന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആ കേസ് പോയി. പക്ഷെ സെബി അദാനിക്ക് അനുകൂലമായിട്ട് നിന്ന്, അതായത് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികളിലും അവരുടെ കടപ്പത്രങ്ങളിലും ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭമുണ്ടാക്കാനാണ് ഹിൻഡൻബർഗ് ഈ ആരോപണം ഉന്നയിച്ചതെന്ന് സെബിയുടെ വാദം. റിപ്പോർട്ട് പുറത്തുവിടും മുമ്പ് ന്യൂയോർക്ക് ആസ്ഥാനമായ ഹെഡ്ജ് ഫണ്ട് മാനേജർ മാർക്ക് കിങ്ഡണുമായി ഹിഡൻബർഗ് ഈ സംഭവങ്ങൾ പങ്കുവച്ചെന്നും സെബിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ സെബിയും നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വവും ഈ സംഗതികളെ വലിയ കാര്യമായി എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും പുതിയ റിപ്പോർട്ടുകളായി അവർ വന്നു കഴിഞ്ഞാൽ അത് അദാനിക്കെതിരെ സംഭവിച്ച വലിയ ഇടിവ് പോലെ ഇനി മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള ഷെയറിലോ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരു ചക്ക വീണിട്ട് ഒരു മുയൽ ചത്തു എന്ന് വെച്ചിട്ട് വീണ്ടും ചക്കകൾ വീഴുമ്പോൾ മുയലുകൾ ചാവാനായിട്ട് വഴിയില്ല. കാരണം ഇതിൽ നിന്ന് നമ്മളെല്ലാവരും പാഠം പഠിച്ചു, അല്ലെങ്കിൽ ഗവൺമെൻറ് പഠിച്ചു. അപ്പോൾ വലിയ അദാനിക്ക് സംഭവിച്ച പോലെ വലിയൊരു ഇടിവ് ഇനി സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ന്യൂസ് വന്നത് നിങ്ങളെല്ലാവരും അറിയിക്കാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.